ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാ വീഡിയോസിലും എൻ്റെ പേര് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ പേര് പറയാം. എൻ്റെ പേര് നോജിൽ എന്നാണ്. ഇന്നത്തെ എൻ്റെ സംഭാഷണ വിഷയം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അഗ്നിയായിട്ട് വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന വചനം, ബൈബിളിലെ വചനം പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ആദ്യമേ നമുക്ക് വചനത്തിലേക്കൊന്ന് കിടക്കാം. മോശയെ വിളിക്കുന്നു. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു. എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞ് ഇരുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശെ, മോശെ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്. നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. ഇതാണ് സുവിശേഷ ഭാഗം. ഇനി നമുക്ക് ഇതിനകത്ത് പറയപ്പെടുന്ന അഗ്നി വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആ അഗ്നിയിൽ ജ്വലിക്കുമ്പോൾ അത് ചാമ്പലാകുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അത്രയും പരിപൂർണനാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചാമ്പലാകുന്നില്ല. അപ്പം നമുക്കും പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ അഗ്നിയിലൂടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് എന്നെ മാറ്റി മറിക്കണമേ. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. മറ്റെന്തും അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, എന്നിൽ വന്ന് വാഴണമേ. ഞാനായിരിക്കുന്ന ഈ സ്ഥിതിയിൽ നിന്ന് എന്നെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണമേ. എല്ലാത്തിനും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഇതുവരെ അങ്ങ് എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും കരുതുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ ദൈവമേ, അങ്ങയുടെ സഹോദരരെ പോലെ ഞങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ട എനർജി, ഇന്ധനം, അതായത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ട, ആത്മാവിന് വേണ്ട എനർജി നൽകി ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് വാഴണമേ. ഞങ്ങൾക്ക് ഇനിയും പിതാവിലേക്ക് അടുക്കാനായിട്ട് ഞങ്ങളെ ഒത്തിരി സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത് മതി. അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. ഇനിയും നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് സമയത്തിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇത് ഞാൻ എന്തെങ്കിലും ലാഭേച്ഛയ്ക്ക് വേണ്ടി ഒരു വീഡിയോസ് ഇറക്കുന്നതല്ല. എന്നോട് എൻ്റെ മനസ്സ് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഷെയറോ സബ്സ്ക്രൈബോ ചെയ്താൽ മതി. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മാത്രം കാണുക. ബാക്കി ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. എന്തു തന്നെയായാലും ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്തായാലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നയിക്കപ്പെടുവാനായിട്ട്, പ്രത്യേകിച്ച് എനിക്ക്
എനിക്കിനി ഇറക്കുന്ന വീഡിയോസ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ഇറക്കാനായിട്ട് കഴിയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ പിതാവിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ പിതാവിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.